ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 42, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകമോരകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിഷം ഹൃദി ഭാവയാമി. ശ്ലോകം 3. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജഭരാവൃജാംഗനാഃ ഭവന്തമന്ദം സമാന്തതോ വിനിഷ്പദാരുണദാരുമദ്യകം. അന്വയം അർത്ഥം. തദ അനന്തരം, തദാകർണന സംഭ്രമ ശ്രമ പ്രകമ്പി പക്ഷോജഭര, ആ ശബ്ദം കേട്ട് പരിഭ്രമിച്ച് ഓടിയെത്തുന്ന ആയാസം കൊണ്ട് കുലുങ്ങുന്ന കുജങ്ങളോടുകൂടിയവരായ വൃജാംഗന ഗോപസ്ത്രീകൾ, അന്തഃ ഗൃഹത്തിനുള്ളിൽ, സമന്തത ചുറ്റിനും, വിനിഷ്പത ദാരുണദാരു പൊടിയുന്ന ഭയങ്കരമായ മരക്കഷണങ്ങളുടെ മധ്യകം മധ്യത്തിൽ, ഭവന്തം ദദൃശു അങ്ങയെ കണ്ടു. ഹയു. സാരം. ശബ്ദം കേട്ട് ഭയന്നു വിറച്ച് പരിഭ്രമത്തോടെ ഓടിക്കൂടിയ ഗോപസ്ത്രീകൾ പൊട്ടിത്തെറിച്ചു നാലുപാടും കിടക്കുന്ന മരക്കഷണങ്ങളുടെ നടുവിൽ കളിച്ചുരസിക്കുന്ന ഭഗവാനെ അങ്ങനെ പുറമേയും ഭഗവാൻ മഹിമകളോടുകൂടി ഉള്ളിലും കണ്ടു. ഹരി ഓം. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ശിശോരഹോ കിം അഭൂതയിതി ദ്രുതം പ്രധാവ്യനന്ദ പശുപാച്ച പൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാഃ. അന്വയം അർത്ഥം. നന്ദഗോപരും പശുപ ഗോപന്മാരും പൂസുരാച്ച ബ്രാഹ്മണരും അഹോ കഷ്ടം ശിശുവിനെ കിം ഭൂത എന്തു സംഭവിച്ചു ഇതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാവ്യ ഓടി വന്നിട്ട് യശോദയാൽ ധൃതം എടുക്കപ്പെട്ടിരിക്കുന്ന ഭവന്തം അങ്ങയെ ആലോക്യ കണ്ടിട്ട് അശ്രു ജലാർദ്രലോചനാഹ കണ്ണീരണിഞ്ഞ നനഞ്ഞ കണ്ണുകളോട് കൂടിയവരായി സമാശ്വസിച്ചു. ഹരിവോ. സാരം. നന്ദഗോപരും ഗോപന്മാരും ബ്രാഹ്മണരും കഷ്ടം കുഞ്ഞിനെന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടിയെത്തി യശോദയുടെ കൈകളിൽ നിരപായം കളിയാടുന്ന കണ്ണനെ കണ്ട് ആനന്ദാശ്രുക്കൾ ഉതിർത്തു സമാശ്വസിച്ചു. ഹരിവോ.